Hi all, this is Akhila. Welcome to my channel. റൈഫിൾ ക്ലബ് വളരെ നാളുകൾക്ക് ശേഷം വന്നൊരു ആഷിഖ് കപൂർ മൂവിയാണ് റൈഫിൾ ക്ലബ്. പേര് പോലെ തന്നെ ഒരു റൈഫിൾ ക്ലബ്ബിൽ നടക്കുന്ന ഒന്ന് രണ്ട് ദിവസത്തെ കഥ പറയുന്ന ഒരു ചെറിയ സിനിമയാണ് റൈഫിൾ ക്ലബ്. സിനിമയുടെ ഡ്യൂറേഷൻ ആക്ച്വലി വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സിനിമകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. 2 മണിക്കൂർ തികച്ച് ഇല്ല സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു 1990 കാലഘട്ടം. അതാണ് ആ ഒരു സമയത്തെ പഴയ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. നമ്മുടെ ഭീഷ്മയിലെ റംസാൻ ചെയ്ത പോലെ അങ്ങനെയൊരു ക്യാരക്ടർ തന്നെയാണ് റംസാൻ ഇതിലും ഉള്ളത്. ഒരു ഡാൻസറായിട്ടാണ്. അപ്പോൾ അതിലേപോലെ തന്നെ ഒരു പഴയകാല സോങ് ഒക്കെ ആയിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. റെക്സ് വിജയനാണ് മ്യൂസിക്. ആൾ നല്ലോണം അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട് ഫിലിമിൽ. പിന്നെ ഇതിൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഇതിലാണ് ഈ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി ഇതിൽ. ഇപ്പോൾ 1-2 മെയിൻ ആളുകൾ അങ്ങനെ പറയാനില്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും കുറച്ച് റോൾസും നല്ലോണം അവരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തനാണ് ശരിക്കും ഇതിൽ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് വരുന്നത്. ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, പിന്നെ ഹനുമാൻ കൈൻഡ്, അഗസ്ത്യ വിഷ്ണു, ഇവരൊക്കെയാണ് ശരിക്കും സ്ട്രൈക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് തോന്നുന്നത്. ഇവരെയൊക്കെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അനുരാഗ് കശ്യപ്. ഒബ്വിയസ്ലി പുള്ളി അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളാണ്. ദിലീഷ് പോത്തൻ പുള്ളിയുടെ കുറച്ച് ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലോണം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് മൂവി. പിന്നെ വിജയരാഘവനൊക്കെ ആൾക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല എങ്കിൽ പോലും സ്റ്റിൽ നമുക്കറിയാം ആള് ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം നന്നാകുമെന്നുള്ളത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കിഷ്കിന്ധാകാന്ഡത്തിലായാലും ഒക്കെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഹനുമാൻ കൈൻഡിൻ്റെ ഒരു മൊത്തത്തിൽ പുള്ളി നമ്മളിപ്പം റാപ്പറായിട്ടും പുള്ളിയുടെ സോങ്സും ഒക്കെ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ആളുടെ ഒരു മൂവി എൻട്രി ഇത് ഡെബ്യൂ മൂവിയാണ്. പക്ഷെങ്കിൽ ആള് സ്ക്രീൻ പ്രസൻസ് ഉഗ്രനാണ്. സൂപ്പറായിട്ട് ഉണ്ട്. പുള്ളിയുടെ മൊത്തത്തിലുള്ളൊരു ലുക്കും നടത്തവും കാര്യങ്ങളെല്ലാം നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടമായ ക്യാരക്ടർ വിഷ്ണു അഗസ്ത്യയുടേതാണ്. നല്ലൊരു പോസിറ്റീവ് വൈബുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേയുള്ള സിനിമകളിലൊക്കെ കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് നമ്മൾ വിഷ്ണു അഗസ്ത്യനെ കണ്ടിട്ടുള്ളത്. ഇതിൽ പക്ഷെന്നുണ്ടെങ്കിൽ നല്ല രസമുള്ളൊരു ക്യാരക്ടറായിട്ടാണ്. സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വാണി വിശ്വനാഥ്, ഉണ്ണിമായ, ദർശന, സുരഭി, പൊന്നമ്മ ബാബു, ഇവരൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. എല്ലാവരും അവർക്ക് കിട്ടിയ റോളുകൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും പടത്തിൻ്റെ മൂഡ് മൊത്തത്തിൽ അങ്ങോട്ട് ചേഞ്ച് ആവുകയാണ്. മൊത്തത്തിൽ വെടിയും പുകയും മാത്രമാവുകയാണ്. ഈ റൈഫിൾ ക്ലബിലുള്ള മെമ്പേഴ്സ് തമ്മിൽ തന്നെ കോമ്പറ്റീഷനാണ്. ഇന്ന ആളെ ആരാണ് വെടിവെക്കുന്നത്, ഞാൻ വെടിവെക്കും, ആർക്കാണ് കൗണ്ട് കിട്ടുന്നത് എന്നുള്ളൊരു കോമ്പറ്റീഷൻ പോലെയാണ് സിനിമ. നല്ല അടിപൊളിയാണ്. ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫൈറ്റൊന്നും അല്ല അത്. ലൈക്ക് ഫുള്ള് ഈ ഷൂട്ട് മാത്രമാണ്. അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നു, തലയ്ക്ക് വെടികൊള്ളുന്നു, ചാവുന്നു, ഇത് തന്നെയാണ്. അല്ലാണ്ട് അടി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒട്ടും ലാഗില്ലാണ്ട് പെട്ടെന്ന് സ്ലോ മോഷൻ സംഭവങ്ങളൊന്നുമില്ല ഇതിൽ. ഈ പെട്ടെന്ന് പരിപാടി തീർക്കുക, അതാണ്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂറിൽ പടം തീർന്നപ്പോഴത്തേക്ക് അയ്യോ തീർന്നോ എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. വേഗം സിനിമ കഴിഞ്ഞു, ഒരു ലാഗും എങ്ങും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് ഫിലിം കഴിഞ്ഞു. മൊത്തത്തിൽ ആഷിഖ് കപൂർ സെറ്റ് ചെയ്തേക്കുന്ന ഫ്രെയിംസ് എല്ലാം അടിപൊളിയാണ്. ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കും ഉള്ളതും റൈഫിൾ ക്ലബിൻ്റെ ആ ടീം മെമ്പേഴ്സ് മൊത്തം ഉള്ളൊരു ഫ്രെയിമിലാണ് ഫിലിം ആക്ച്വലി ടെയിലെൻഡ് വന്നിട്ട് നിൽക്കുന്നത്. അത് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഫിലിം കാണുക. തിയേറ്റർ വാച്ചിന് പറ്റിയ ഒരു മൂവി തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ എപ്പോഴും ഒരു ഫാൻറ്റസി ആണല്ലോ. എല്ലായ്പ്പോഴും അത് റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കണം എന്നില്ല. അപ്പോൾ കുറച്ച് ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് കണ്ടാലും മതി. ഇതൊക്കെ ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ സിനിമ നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് 2 മണിക്കൂർ പോയി കണ്ട് എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.